ഹായ്, ഞാൻ സബിത രാജു. ഇന്ന് ഞാൻ എടുക്കുന്ന ടോപ്പിക് കോറിലേഷൻ. ലെറ്റ്സ് സ്റ്റാർട്ട് ഇൻട്രൊഡക്ഷൻ. വേർഡ് കോറിലേഷൻ മീൻസ് interrelationship. In statistics, correlation means interrelationship between two or more variables. അതായത് രണ്ടോ അതിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള ബന്ധത്തെയാണ് കോറിലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടോ അതിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് കോറിലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് two variables are said to be correlated when change in one variable leads to change in other variable. അതായത് ഒരു വേരിയബിളിൽ ഉണ്ടാകുന്ന മാറ്റം മറ്റൊരു വേരിയബിളിൽ മാറ്റം വരുത്തുന്നു എങ്കിൽ മാത്രമേ ആ രണ്ട് വേരിയബിൾസ് തമ്മിൽ കോറിലേഷൻ ഉണ്ട് എന്ന് പറയാൻ കഴിയും. അതായത് ഒന്നിലുണ്ടാകുന്ന മാറ്റം മറ്റൊരു വേരിയബിളിൽ മാറ്റം വരുത്തുന്നില്ല എങ്കിൽ ആ വേരിയബിൾസ് തമ്മിൽ യാതൊരു റിലേഷനും ഇല്ലെന്നർത്ഥം. ഓക്കെ, എക്സാമ്പിൾ, this change in price leads to change in supply. That means increase in price leads to increase in supply, decrease in price leads to decrease in supply. Here price and supply are correlated. The term correlation, നമുക്ക് അതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. The term correlation is defined as the amount of similarity in direction and degree of variation. ഡിറക്ഷനിലും ഡിഗ്രിയിലും വരുന്ന മാറ്റമാണ് കോറിലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിറക്ഷൻ ഓഫ് ചേഞ്ച് മീൻസ് ഏത് ദിശയിലോട്ടാണ് മാറ്റം സംഭവിക്കുന്നത്, ഏത് ദിശയിലോട്ട്. അതായത് ഇൻക്രീസ് ഇൻ പ്രൈസ് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ സപ്ലൈ, അതായത് ഒരേ ദിശയിലോട്ട്. ഇൻക്രീസ് ഇൻ പ്രൈസ് ലീഡ്സ് ടു ഡിക്രീസ് ഇൻ ഡിമാൻഡ്, അതായത് വിപരീത ദിശയിലോട്ട്. അതാണ് ഡിറക്ഷൻ ഓഫ് ചേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹിയർ ഡിഗ്രി ഓഫ് വേരിയേഷൻ മീൻസ്, ഡിഗ്രി മീൻസ് തോത്, റേറ്റ്. ഡിഗ്രി ഓഫ് വേരിയേഷൻ മീൻസ് റേറ്റ് ഓഫ് വേരിയേഷൻ. എത്രമാത്രം മാറ്റം സംഭവിക്കുന്നു, ഒരു വേരിയബിളിൽ ഉണ്ടാകുന്ന മാറ്റം മറ്റൊരു വേരിയബിളിൽ എത്രമാത്രം മാറ്റം വരുത്തുന്നു, അതിനെയാണ് ഡിഗ്രി ഓഫ് വേരിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ 10% ചേഞ്ച് ഇൻ പ്രൈസ് ലീഡ്സ് ടു 15% ചേഞ്ച് ഇൻ സപ്ലൈ അറ്റ് ഈച്ച് ടൈം. 10% increase in price leads to 15% increase in supply. That is called degree of variation. എത്രത്തോളം മാറ്റം സംഭവിക്കുന്നു. അപ്പൊ വേരിയേഷനിൽ ഉണ്ടാകുന്ന വേരിയേഷന്റെ ഡിഗ്രിയിലും ഡിറക്ഷനിലും വരുന്ന മാറ്റമാണ് ഇവിടെ കോറിലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. Next, type of correlation. Type of correlation. Mainly there are three types of correlation. First one, positive and negative correlation, or direct and indirect correlation. The second one, linear and non-linear correlation. And the third one, simple, partial and multiple correlation. Okay. ഇനി നമുക്ക് ഓരോന്നിലോട്ട് കടക്കാം. നമ്പർ 1, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ. ഡിറക്ഷൻ ഓഫ് ചേഞ്ചിന്റെ ബേസിസിലാണ് കോറിലേഷനെ
പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും തിരിച്ചിരിക്കുന്നത്. ഒരേ ദിശയിലോട്ടാണ് ചേഞ്ച് വരുന്നതെങ്കിൽ കോറിലേഷനെ പോസിറ്റീവ് കോറിലേഷൻ എന്നും, എതിർ ദിശകളിലോട്ടാണ് ചേഞ്ച് വരുന്നതെങ്കിൽ കോറിലേഷനെ നെഗറ്റീവ് കോറിലേഷൻ എന്നും പറയും. ഓക്കെ, അതാണ് ദിശയിൽ ഉണ്ടാകുന്ന മാറ്റം, ഡിറക്ഷൻ ഓഫ് ചേഞ്ചിന്റെ ബേസിസിൽ. അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കാം. When there is change in one variable leads to change in other variable in the same direction, correlation is said to be positive. Change in one variable leads to change in other variable in the same direction. In the same direction, correlation is said to be positive. Example പറയാം. This price and supply, relationship between price and supply, or age and blood pressure. What is the relationship between age and blood pressure? When age increase, blood pressure also increase. Similarly, when we take price and supply, when price increase, supply also increase. When price decrease, supply also decrease. Okay, this positive correlation is also called direct correlation. What is the other name of positive correlation? Direct correlation. Then what is negative correlation? This change in one variable leads to change in other variable in the opposite direction. Change in one variable leads to change in other variable in the opposite direction. Correlation is said to be negative. അപ്പോൾ സെയിം ഡിറക്ഷനിലാണെങ്കിൽ പോസിറ്റീവ് കോറിലേഷനും, ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണെങ്കിൽ കോറിലേഷൻ നെഗറ്റീവ്. Example, the relationship between price and demand. Price and demand. Demand means the quantity purchased. Okay, in the case of price and demand, when price increase, demand decrease, or quantity purchased decrease. When price decrease, quantity demand increase. അല്ലേ, പ്രൈസും ഡിമാൻഡും തമ്മിൽ ഓപ്പോസിറ്റ് ആണ് റിലേഷൻ. ദറ്റ് മീൻസ് പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുകയും പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുകയും ചെയ്യുന്നു. ഇത് ഇൻക്രീസ് ഉണ്ടാകുമ്പോൾ ഡിക്രീസ് സംഭവിക്കുന്നു. അപ്പോൾ ഓപ്പോസിറ്റ് ഡിറക്ഷനിലോട്ടാണ് ചേഞ്ച് സംഭവിക്കുന്നത്. സോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ് ഈസ് negative. But what is negative correlation? Correlation is said to be negative when change in one variable leads to change in other variable in the opposite direction. For example, price and demand. What is the example of positive correlation? Price and supply. Okay. The example of negative correlation is price and demand. This negative correlation is otherwise called indirect correlation. Indirect correlation or inverse correlation or opposite correlation. രണ്ടാമത്തേലോട്ട് കടക്കാം. Second one, linear and non-linear correlation. പിന്നെ ഏതിന്റെ ബേസിസിലാണ് അടുത്തത്? ഡിഗ്രി ഓഫ് ചേഞ്ച് ഓർ ഡിഗ്രി ഓഫ് വേരിയേഷൻ. ഡിഗ്രി ഓഫ് വേരിയേഷന്റെ ബേസിസിലാണ് കോറിലേഷനെ ലീനിയർ കോറിലേഷൻ എന്നും നോൺ ലീനിയർ കോറിലേഷൻ എന്നും തിരിച്ചിരിക്കുന്നത്. അതായത്
ഒരു വേരിയബിൾ ഉണ്ടാകുന്ന മാറ്റം മറ്റൊരു വേരിയബിളിൽ ഒരേ അനുപാതത്തിലാണ് മാറ്റം വരുത്തുന്നതെങ്കിൽ ലീനിയർ കോറിലേഷൻ എന്നും, വ്യത്യസ്ത അനുപാതത്തിലാണ് മാറ്റം വരുത്തുന്നതെങ്കിൽ നോൺ ലീനിയർ കോറിലേഷൻ എന്നും പറയുന്നു. സെയിം പ്രൊപ്പോർഷനിലാണ് ചേഞ്ച് വരുന്നതെങ്കിൽ ലീനിയർ കോറിലേഷനും, ഡിഫറെന്റ് പ്രൊപ്പോർഷനിലാണ് ചേഞ്ച് വരുന്നതെങ്കിൽ നോൺ ലീനിയർ കോറിലേഷനും. ഒരേ അനുപാതത്തിൽ മാറുമ്പോൾ റിലേഷൻ ലീനിയർ കോറിലേഷൻ എന്ന് പറയും. ദെൻ വിപരീത അനുപാതം വ്യത്യസ്ത അനുപാതത്തിലാണ് മാറുന്നതെങ്കിൽ അതിനെ നോൺ ലീനിയർ കോറിലേഷൻ എന്നും പറയും. നമുക്ക് നോക്കാം എന്താണെന്ന്. The correlation is said to be linear when change in one variable leads to change in other variable in the same proportion. The same proportion. Change in one variable leads to change in other variable in the same proportion. That means 10% change in price leads to 15% change in supply at each time. അതായത് പ്രൈസ് 10% കൂടുമ്പോൾ സപ്ലൈ 15% കൂടുന്നു. അത് ഓരോ പ്രാവശ്യം അതേ നിരക്കിൽ തന്നെ സംഭവിക്കുന്നുവെങ്കിൽ ഓരോ പ്രാവശ്യവും 10% മാറുമ്പോൾ സപ്ലൈ 15% മാറുന്നു. ഇങ്ങനെ ഒരേ പ്രപ്പോർഷനിൽ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കോറിലേഷൻ ലീനിയർ ആണെന്ന് പറയാം. Okay? Here the graphical representation of such a relation always gives a straight line. ഇപ്പൊ ഗ്രാഫ് വരച്ചാൽ നമ്മൾ അങ്ങനെയുള്ള ഒരു ലീനിയർ കോറിലേഷൻ ആണെങ്കിൽ സെയിം പ്രൊപ്പോർഷനിലാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ലഭിക്കുക. ഗ്രാഫ് വരയ്ക്കുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നത് കൊണ്ടാണ് ആ കോറിലേഷനെ ലീനിയർ കോറിലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ വാട്ട് ഈസ് നോൺ ലീനിയർ? ലീനിയർ നന്നായിട്ട് മനസ്സിലായാൽ നമുക്ക് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നോൺ ലീനിയർ വരുന്നത്. ഒരേ അനുപാതത്തിൽ മാറുമ്പോൾ ലീനിയർ കോറിലേഷനും, ഒരേ അനുപാതത്തിലല്ല മാറുന്നത്, ഒരേ അനുപാതത്തിലല്ല മീൻസ് വ്യത്യസ്ത അനുപാതത്തിൽ മാറുന്നു എങ്കിൽ കോറിലേഷനെ നമുക്ക് നോൺ ലീനിയർ കോറിലേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ കോറിലേഷൻ ഈസ് said to be non-linear when change in one variable leads to change in other variable in different proportion, or change in one variable is not in the same proportion to the change in other variable. ഒരേ അനുപാതത്തിലല്ല മാറുന്നത്. ഒരു പ്രാവശ്യം 10% മാറ്റം ഉണ്ടാകുമ്പോൾ സപ്ലൈ 15% മാറുകയും അടുത്ത പ്രാവശ്യം 10% മാറ്റം ഉണ്ടാകുമ്പോൾ സപ്ലൈ 20% മാറുക. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. മാറ്റം ആ പ്രപ്പോർഷനിൽ മാറ്റം വരികയാണെങ്കിൽ, വ്യത്യസ്ത പ്രപ്പോർഷനിലാണ് വരുന്നതെങ്കിൽ അതിനെ നോൺ ലീനിയർ കോറിലേഷൻ എന്ന് പറയും. എന്താണ് പ്രത്യേകത? നമ്മൾ അത്തരം റിലേഷൻ വരുമ്പോൾ നമ്മൾ ഗ്രാഫ് വരച്ചാൽ നമുക്ക് ഒരിക്കലും സ്ട്രെയിറ്റ് ലൈൻ കിട്ടില്ല. നമുക്ക് എപ്പോഴും കേർവ് ആയിരിക്കും കിട്ടുക. സ്ട്രെയിറ്റ് ലൈനേ കിട്ടില്ല. മാത്രമല്ല അത് കേർവേ കിട്ടുകയുള്ളൂ. ഇപ്പൊ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് നോൺ ലീനിയർ കോറിലേഷൻ നെവർ gives a straight line. It always gives a curve. So it is also called curvy linear correlation. Non-linear correlation is always called curvy linear. നേരത്തെ ഞാൻ പറഞ്ഞു ഗ്രാഫ് വരയ്ക്കുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നത് കൊണ്ടാണ് അതിനെ
ലീനിയർ കോറിലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ കേർവ് കിട്ടുന്നത് കൊണ്ടാണ് ഇതിനെ കേർവി ലീനിയർ കോറിലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയി കാണൂ? ഇത് അടുത്ത ഷോർട്ട് ആൻസർ ആണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ 2 മാർക്സ്. ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് 3 സിമ്പിൾ, പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ. ഓരോന്നൊന്ന് ഓർത്ത് നോക്കിയേ. ഡിറക്ഷൻ ഓഫ് ചേഞ്ചിന്റെ ബേസിസിൽ കോറിലേഷനെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എന്നും, ഡിഗ്രി ഓഫ് വേരിയേഷന്റെ ബേസിസിൽ കോറിലേഷനെ ലീനിയർ എന്നും നോൺ ലീനിയർ എന്നും തിരിച്ചു അല്ലെ. അപ്പൊ മൂന്നാമത്തേത് നമ്പർ ഓഫ് വേരിയബിൾസിന്റെ ബേസിസിലാണ് കോറിലേഷനെ സിമ്പിൾ എന്നും കോംപ്ലക്സ് എന്നും തിരിക്കുന്നത്. നമ്പർ ഓഫ് വേരിയബിൾസിന്റെ ബേസിസിൽ കോറിലേഷനെ രണ്ടായി തിരിക്കുന്നു, സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് കോറിലേഷൻ. അതായത് 2 വേരിയബിൾസേ ഉള്ളൂ എങ്കിൽ സ്റ്റഡി ഓഫ് കോറിലേഷൻ വളരെ ഈസി ആയിരിക്കും. 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ നമുക്ക് സ്റ്റഡി ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പൊ 2 വേരിയബിൾസേ ഉള്ളൂ എങ്കിൽ ആ സ്റ്റഡി ഓഫ് കോറിലേഷനെ സിമ്പിൾ കോറിലേഷൻ എന്ന് പറയും. അപ്പൊ 2 വേരിയബിൾസ് മാത്രമേ ഉള്ളെങ്കിൽ കോറിലേഷൻ സ്റ്റഡിയെ സിമ്പിൾ കോറിലേഷൻ എന്നും, മോർ ദാൻ 2 വേരിയബിൾസ് വരികയാണെങ്കിൽ മീൻസ് 3 or more വേരിയബിൾസ് വരികയാണെങ്കിൽ കോറിലേഷൻ കോംപ്ലക്സ് ആയി മാറുന്നു. കോംപ്ലക്സ് മീൻസ് സങ്കീർണം, ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് എക്സ്പ്ലെയിൻ. ഇപ്പൊ സങ്കീർണമായിട്ട് മാറും. ഇപ്പൊ ഏതിന്റെ ബേസിസിലാ? ഇപ്പൊ നമ്പർ ഓഫ് വേരിയബിൾസിന്റെ ബേസിസിലാണ് കോറിലേഷനെ സിമ്പിൾ കോറിലേഷൻ എന്നും കോംപ്ലക്സ് കോറിലേഷൻ എന്നും തിരിക്കുന്നത്. 2 വേരിയബിൾസേ ഉള്ളൂ എങ്കിൽ കോറിലേഷനെ സിമ്പിൾ കോറിലേഷൻ എന്നും, മോർ ദാൻ 2 വേരിയബിൾസ് അതായത് 3 or more വേരിയബിൾസ് ഉണ്ടെങ്കിൽ കോറിലേഷനെ കോംപ്ലക്സ് കോറിലേഷൻ എന്നും പറയും. ഓക്കെ. ഇനി what is simple correlation? Correlation is said to be simple when there are only 2 variables in the study of correlation. When there are 3 or more variables, study of correlation become complex. When there are 3 or more variables, the study of correlation become complex. അല്ലേ? അപ്പൊ 2, 3 അതിലധികമോ വന്നു കഴിയുമ്പോൾ നമുക്ക് കോറിലേഷൻ പഠിക്കുക വളരെ ബുദ്ധിമുട്ടാകും. ടേബിൾ ആക്കാനും ഗ്രാഫ് ആക്കാനും ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടാകും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? When there are more than 2 variables, study of correlation can be done in 2 ways. അപ്പൊ അത്തരം സാഹചര്യത്തിൽ നമ്മൾ കോറിലേഷനെ സ്റ്റഡി ചെയ്യുന്നത് 2 തരത്തിലാവും. അതായത് പാർഷ്യലും മൾട്ടിപ്പിളും. ഈ 2 തരം, ഇപ്പൊ കോംപ്ലക്സ് കോറിലേഷനെയാണ് 2ആയി തിരിച്ചിരിക്കുന്നത്, പാർഷ്യൽ കോറിലേഷനും മൾട്ടിപ്പിൾ കോറിലേഷനും. പാർഷ്യൽ എന്ന് പറയുമ്പോൾ തന്നെ വേർഡ് മീനിങ് ഭാഗികം. ഭാഗികം എന്ന് പറയുമ്പോൾ പൂർണ്ണമല്ല എന്നർത്ഥം. നമ്മുടെ സ്റ്റഡി ഓഫ് കോറിലേഷൻ പൂർണ്ണമല്ല, ഒരു അപൂർണമായ ഒരു സ്റ്റഡിയാണ് അത് നടത്തുന്നത്. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു? സപ്പോസ് there are 3 variables, that is പ്രൈസ്. നമ്മൾ ഡിമാൻഡിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഡിമാൻഡ് ഡിപ്പെൻഡ്സ് ഓൺ മെനി വേരിയബിൾസ്. നമ്മൾ വാങ്ങിക്കുന്ന സാധനത്തിന്റെ അളവ് പല കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഡിമാൻഡ് മീൻസ് നമ്മൾ വാങ്ങിക്കുന്ന സാധനത്തിന്റെ അളവ് അത് പല കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ പ്രൈസ്, സാധനത്തിന്റെ വില. സെക്കൻഡ്, നമ്മുടെ കയ്യിലുള്ള ഇൻകം, നമ്മൾ വാങ്ങാൻ നമ്മുടെ കയ്യിലുള്ള ഇൻകം.
Next, price of other commodities. മറ്റു സാധനങ്ങളുടെ വില. നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ മറ്റു സാധനങ്ങളുടെ വിലയും കൂടി താരതമ്യപ്പെടുത്തി നോക്കും. അതുമായി നോക്കുമ്പോൾ ഇതിന്റെ വില എങ്ങനെ ഉണ്ട്? മറ്റു സാധനങ്ങളുടെ വില. Another important point, our taste, habit, fashion, etc. അല്ലേ? ഇപ്പൊ മെയിനായിട്ട് നമ്മൾ നമ്മൾ വാങ്ങിക്കുന്ന സാധനത്തിന്റെ അളവ് 4 കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നുണ്ട്. ഏതൊക്കെ? പ്രൈസ്, ഇൻകം, പ്രൈസ് ഓഫ് അതർ കമോഡിറ്റീസ്, ഫാഷൻ, ടേസ്റ്റ്, എക്സെട്ര. നമ്മുടെ അഭിരുചി, താല്പര്യം, ഫാഷൻ ഒക്കെ. ഇങ്ങനെ 4 കാര്യങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു ഡിമാൻഡ്. ഇപ്പം ഇൻ ദ കേസ് ഓഫ് പാർഷ്യൽ കോറിലേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിമാൻഡിനെ ഒരു സൈഡിൽ എടുത്തിട്ട് ഡിമാൻഡിന്റെ ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ഡിമാൻഡ്, അതായത് നിർണായക ഘടകങ്ങളെ നമ്മൾ അതർ സൈഡിൽ എടുക്കുന്നു. എന്നിട്ട് അതിൽ നിന്നും ഒരു ഘടകത്തെ മാത്രം, ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഘടകത്തെ മാത്രം അത് സൈഡിൽ എടുത്തിട്ട് നമ്മൾ ബാക്കിയുള്ള ഘടകങ്ങൾ കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നതായി അസീം ചെയ്തുകൊണ്ട് സ്റ്റഡി ചെയ്യുന്നു. എക്സാമ്പിൾ, നമ്മൾ ഡിമാൻഡിനെ ഒരു സൈഡിലും ഡിമാൻഡിന്റെ ഡിറ്റർമിനൻസ് ആയ 4 ഘടകങ്ങളിൽ നിന്നും ഒന്ന് മാത്രം എടുക്കുന്നു, അതായത് പ്രൈസ്. ബാക്കി 3ഉം ഏതൊക്കെ? ഇൻകം, പ്രൈസ് ഓഫ് അതർ കമോഡിറ്റീസ്, ഫാഷൻ, അതൊക്കെ കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നു എന്ന് അസ്യൂം ചെയ്യുന്നു. അല്ലെ? അപ്പൊ 2 വേരിയബിൾസേ നമ്മൾ എടുത്തോളൂ. One on the one side and one of the other variables on the other side, keeping all other factors constant. അപ്പം ഒരു വേരിയബിളിനെ ഒരു സൈഡിലും മറ്റ് വേരിയബിൾസിൽ നിന്നും ഒന്നിനെ മാത്രം കൺസിഡർ ചെയ്തിട്ട് ബാക്കിയുള്ള ഫാക്ടേഴ്സ് കോൺസ്റ്റന്റ് ആയിട്ട് അസീം ചെയ്തുകൊണ്ട് സ്റ്റഡി നടത്തുകയാണെങ്കിൽ നമ്മുടെ സ്റ്റഡി ഓഫ് കോറിലേഷൻ ഈസ് ഓൺലി പാർഷ്യൽ, ഭാഗികമായ സ്റ്റഡി ആയുള്ളൂ. നമ്മൾ കുറേ കാര്യങ്ങൾ 3 എണ്ണം എടുത്തതേ ഇല്ല. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സ്റ്റഡി ഓഫ് കോറിലേഷൻ പാർഷ്യലാണ്. ഈ കോറിലേഷനെയാണ് പാർഷ്യൽ കോറിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, തിരിച്ച് മൾട്ടിപ്പിൾ കോറിലേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാ ഫാക്ടേഴ്സിനെയും എടുക്കുന്നു. എങ്ങനെ? ഡിമാൻഡിനെ ഒരു സൈഡിലും ഓൾ അതർ ഫാക്ടേഴ്സ് ഓൺ ദ അതർ സൈഡ്, ബാക്കി എല്ലാ ഫാക്ടേഴ്സിനും ആരെയും വിടുന്നില്ല, ബാക്കി എല്ലാ ഫാക്ടേഴ്സിനെയും അതർ സൈഡിൽ എടുത്തുകൊണ്ട് സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നു. അതായത് ഡിമാൻഡും പ്രൈസും തമ്മിലുള്ള റിലേഷൻ നോക്കുന്നു, ഡിമാൻഡും ഇൻകവും തമ്മിലുള്ള റിലേഷൻ നോക്കുന്നു, ഡിമാൻഡും ഫാഷനും തമ്മിലുള്ള റിലേഷൻ നോക്കുന്നു. ഇങ്ങനെ എല്ലാ ഫാക്ടേഴ്സും ഡിമാൻഡുമായിട്ടുള്ള കണക്ഷൻ നോക്കുക. ഇങ്ങനെ നമ്മൾ എല്ലാ ഫാക്ടേഴ്സുമായിട്ട് സ്റ്റഡി കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് സ്റ്റഡി ഓഫ് കോറിലേഷൻ ഈസ് കോൾഡ് മൾട്ടിപ്പിൾ. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാം എന്താണ് മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന്. എന്താ പറഞ്ഞത്? when there are 3 or more variables, the study of correlation become complex. In this situation, or in the case of complex correlation, study of correlation can be done in 2 ways, that is simple and partial. അപ്പം more than 2 വേരിയബിൾസ് വരുമ്പോൾ നമ്മൾ സ്റ്റഡി ഓഫ് കോറിലേഷൻ 2 തരത്തിൽ ചെയ്യുന്നുണ്ട്. ഏതൊക്കെ? സിമ്പിളും പാർഷ്യലും. പാർഷ്യലും മൾട്ടിപ്പിളും. ഇൻ ദ കേസ് ഓഫ് പാർഷ്യൽ കോറിലേഷൻ, നേരത്തെ പറഞ്ഞു ഭാഗികം, പൂർണ്ണമായിട്ട് സ്റ്റഡി ചെയ്യുന്നില്ല. ഇൻ ദ കേസ് ഓഫ് പാർഷ്യൽ കോറിലേഷൻ we take one variable on the one side and one of the other variables on the other side, keeping all other factors constant. നമ്മൾ ഒന്നുകൂടെ നോക്കി. What is partial correlation? In the case of partial correlation, നമ്മളെല്ലാം പറഞ്ഞ കാര്യങ്ങൾ മൊത്തം അതിൽ വരണം. ഏതൊക്കെ? ഒരു ഫാക്ടറിനെ, ഒരു വേരിയബിളിനെ ഒരു സൈഡിലും മറ്റ് വേരിയബിൾസിൽ നിന്നും
ഒരു വേരിയബിളിനെ അതർ സൈഡിൽ എടുത്തിട്ട് ബാക്കി എല്ലാ ഘടകങ്ങളും കോൺസ്റ്റന്റ് ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്താ ഇത്? ഇൻ ദ കേസ് ഓഫ് പാർഷ്യൽ കോറിലേഷൻ we take one variable on the one side and one of the other variables on the other side, assuming all other factors constant. Clear? In the case of multiple correlation, we take one variable on the one side and all the other variables on the other side. In the case of multiple correlation, we take one variable on the one side and all the other variables on the other side. Clear? എല്ലാ ഫാക്ടേഴ്സിനെയും കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഓരോ ഡിമാൻഡും മറ്റോരോരോ ഫാക്ടറുമായിട്ടുള്ള റിലേഷൻ പഠിക്കുകയാണ്. എങ്ങനെ ഡിമാൻഡിൽ ചേഞ്ച്, ബാക്കി ഓരോ ഫാക്ടറും മാറുമ്പോൾ എങ്ങനെ ഡിമാൻഡ് ചേഞ്ച് ചെയ്യുന്നു. നമ്മൾ എല്ലാ ഫാക്ടേഴ്സിനെയും ഒരുപോലെ കൺസിഡർ ചെയ്ത് സ്റ്റഡി ഓഫ് കോറിലേഷൻ നടത്തുകയാണെങ്കിൽ അതിനെ മൾട്ടിപ്പിൾ കോറിലേഷൻ ആണ് എന്ന് പറയാം. In the case of multiple correlation, we take one variable on the one side and all the other variables on the other side. Clear?